ഞാൻ അതുൽ ബ്ലോഗിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ആക്ച്വലി ഞാൻ ആ മറ്റേ സൈഡ് രേണുവിൻ്റെ സൈഡ് നോക്കാറേ ഇല്ല. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ തന്നെ വളർത്തുന്ന ചിലരുണ്ട്. അനാവശ്യമായി ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ തന്നെ വളർത്തുന്ന കുറേ ക്ഷുദ്രജീവികളുണ്ട്. അതിലൊന്നായിട്ടാണ് എനിക്ക് രേണുവിനെ മനസ്സിലായിട്ടുള്ളത്. അപ്പം രേണു പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ, രേണു ചെയ്ത കുറേ അധികം കാര്യങ്ങൾ ഒക്കെ തന്നെയായിരുന്നു എൻ്റെ കുറേ ദിവസത്തെ സബ്ജക്റ്റ്. ആൻഡ് റിപ്പീറ്റഡ്ലി എനിക്കത് പറയാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ്. ഇത്രയധികം മനുഷ്യർ വന്ന് പറഞ്ഞിട്ട് തൊലിക്കട്ടി കൊണ്ട് നിലനിൽക്കുന്ന ഒരു സ്ത്രീയാണ് രേണു. അവർ നിരന്തരം, അതായത് റിപ്പീറ്റഡ്ലി ആ സുധിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് എന്താ ഒരു കാടിറക്കുകയാണ്. അങ്ങനെ കാടിറക്കുന്ന കുറേയധികം പെണ്ണുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അവരെ എതിർക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളുടെ സൊസൈറ്റി കുറേ മണ്ടന്മാരുണ്ട്, അല്ലെങ്കിൽ മണ്ടികളുണ്ട്. അവരിങ്ങനെ തൂങ്ങി താറ്റിക്കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഈ ഒരു വൃത്തികേടുകൾ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം കണ്ടപ്പോൾ പറയാതെ പാടില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്തത്. അതിനകത്ത് എന്നിട്ട് അതുല് പറയുന്നുണ്ട് ഷെഫീന ബീവി അല്ലേ ഏതാണ്ടൊക്കെ പുറത്ത് വിട്ടത്, എന്താ കേസ് കൊടുക്കാത്തതെന്ന്. ഓള് കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവൾ തന്നെ പലരിടത്തും പറഞ്ഞതോ അല്ലെങ്കിൽ അവൾ ചെയ്തതിൻ്റെയൊക്കെ തെളിവുകൾ കൊണ്ടുവന്ന് വെക്കും ആൾക്കാർ. നമ്മൾ മാത്രമല്ലല്ലോ, ഒത്തിരി പേര് അത് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. ഗർഭിണിയാവുകയോ ഗർഭാലസിപ്പിക്കുകയോ നടക്കുകയോ ചമക്കുകയോ ഇതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയാണ് ആ പെണ്ണിനുള്ളത്. നമ്മളിനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. അതങ്ങനെയാണ്. തെളിവ് വെച്ച് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമൊന്നുമല്ല. അത് അങ്ങനെ നടക്കുകയാണ്, അത്രയേ ഉള്ളൂ. എന്തിനാണ് അധികം അതിനകത്ത് കയറി കഴിഞ്ഞ ശേഷം അവൾക്ക് സപ്പോർട്ടീവായിട്ട് ആര് നിന്നോ എല്ലാവർക്കിട്ടും പണിതും. ഈ പറഞ്ഞ പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ തലയിലുള്ള ആ സാധനം ഫിക്സ് ചെയ്തില്ലേ അവരുടെ ആ ഒരു ഇവർക്ക് വേണ്ടിയിട്ട് ഫേവറായിട്ട് അവൾ സംസാരിച്ചതിൻ്റെ കാരണം അവർ കേസ് കൊടുക്കും. കേസ് കൊടുത്ത നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം തലയിൽ പേനുണ്ട് എന്നുള്ളതും അതിനോടനുബന്ധിച്ചിട്ട് ഇവർ ഫിറ്റ് ചെയ്തതിനകത്ത് യാതൊരു ട്രബിളും ഇല്ല എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും. അതവർക്ക് വലിയ പ്രശ്നമാണ്. അവർക്കുണ്ടായ സർവ്വനഷ്ടത്തിനും ഇവൾ നഷ്ടപരിഹാരം കൊണ്ട് വയ്ക്കേണ്ടി വരും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആളങ്ങോട്ട് തിരുത്തി പറഞ്ഞത്. അല്ലെങ്കിൽ ലോകത്തൊരിടത്തോളം തിരുത്തി പറയാൻ പോകുന്നില്ല. ഇതേ സാധനം ബാക്കിയുള്ളവരും ചെയ്യണം. അതിപ്പം എനിക്ക് തോന്നുന്നില്ല ആ ഒരു ബിൽഡിങ് പണിത് കൊടുത്ത ആൾ കേസ് കൊടുത്തിട്ടുണ്ടോ, ചെയ്യില്ല. എല്ലാവരും ഇതിൻ്റെ പിറകെ പോകാൻ മടിച്ചിട്ട് മാറും. പക്ഷേ നമുക്കുണ്ടാകുന്ന മാനനഷ്ടത്തിനെതിരെ കേസ് കൊടുത്ത് ആ ഒരു നഷ്ടം നികത്തുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇത്തിരി മെനക്കേടാണെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ബുദ്ധിമുട്ട് കൊണ്ടുവരത്തില്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് ഇത് പറയാൻ പറ്റുക. ഉള്ള കാര്യം പറയുമ്പോൾ നമുക്കെതിരെ മാനനഷ്ടം കൊടുത്തിട്ട് നിലനിൽക്കത്തില്ല. കാരണം ഉള്ള കാര്യമാണല്ലോ, അത് നമുക്ക് തെളിയിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അതും പിടിച്ചോണ്ട് വരണ്ട എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന്. അപ്പം അതുൽ ബ്ലോഗ് ഇട്ട ആ ഒരു വോയിസ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ബിഷപ്പല്ല ചേച്ചി വിഷപ്പാമ്പ്. ഈ ഒരു പോഷൻ മാത്രം ഞാൻ അറിയുന്ന എടുക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ പറയണം. കാരണം ബിഷപ്പല്ല അയാളൊരു വിഷപ്പാമ്പാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ മക്കൾ, അതായത് നീ അവകാശപ്പെടുന്ന ഒരെണ്ണവും നീ ഉണ്ടാക്കിയ ഒരെണ്ണത്തിനും മരണം വരെ കിടക്കാനുള്ള ഒരു സ്ഥലം അങ്ങേര് എഴുതി തന്നത്. പിള്ളേർ 18 വയസ്സായവർ രണ്ടുപേരുടെ കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിറ്റ് പുട്ടടിക്കാൻ പറ്റും. മിനിമം ആ തറയ്ക്ക് മാത്രം 25 ലക്ഷം രൂപയ്ക്ക് പോകും. തരണമെങ്കിൽ 2 സെൻറ്റേ തരാൻ പാടുള്ളൂ. 10 സെൻറ്റ് അങ്ങേര് തന്നു. അത് എങ്ങനെ ചുമ്മാ തൂക്കി വിറ്റാൽ പോലും കിട്ടും നല്ലൊരു എമൗണ്ട്. നിനക്ക് ഫ്രീ ആയിട്ട് അയാൾ വീട് വെക്കാനുള്ള ആ ഒരു പ്രോപ്പർട്ടി തന്നു. അയാളുടെ കുടുംബക്കാരാണ് എതിർക്കുന്നത്, സഭ എതിർക്കുന്നു, ലോകത്തുള്ള എല്ലാവരും എതിർക്കുന്നു. എന്നിട്ടും നിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ വീട് വെച്ച് തീർത്ത് അത് കൃത്യമായി നിന്റെ കൈകളിൽ എത്തുന്നിടം വരെ അയാൾ അതിൻ്റെ ഒപ്പം നിന്നതിന് ആ മനുഷ്യൻ നീ വിഷപ്പാമ്പെന്ന് വിളിച്ചാൽ പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കണോടി, കൃമിയെന്നോ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കണം. പിന്നെ അയാൾ കാണിച്ച നീ കാണിച്ചതൊക്കെ നല്ലതായിരുന്നു. നീ എന്തൊക്കെ പട്ടി ഷോകൾ കാണിച്ചു. പിന്നെ ഈ കൂടെ നടക്കുന്ന സജീന, അവൾക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവളെ ചാനലൊന്നും ഡെവലപ്പ് ആവും. അപ്പം രേണുസുതി വന്ന ചാനൽ, അല്ലെങ്കിൽ രേണുസുതിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ കുറേ പേരുണ്ട് രേണുസുതിക്ക് വേണ്ടി വായ്ത്താളം പറഞ്ഞുകൊണ്ട് വരുന്നത്. ചാനൽ ഡെവലപ്മെൻ്റ് ആണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഇവൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ 5000 രൂപ കിട്ടും. സജീനയ്ക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. കാരണം സജീന സപ്പോർട്ടറാണല്ലോ. ഇങ്ങനെ പൊങ്ങി വന്ന വേറൊരെണ്ണം ഉണ്ട് നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഗിരിജയെ തൂങ്ങി ഒരു ചാത്തൻ ബ്ലോഗ് പൊങ്ങി വന്നണ്ട. സെയിം ഇതാണ്. ഈ ഒരാളെ തൂങ്ങി നിന്ന് അയാൾക്ക് സപ്പോർട്ട് കൊടുത്ത് അയാളുടെ ഇതെടുത്തിട്ടിട്ട് ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾക്കിപ്പോൾ അവളുടെ ആ ഇതറിയത്തില്ല. ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അവരെ ഒന്ന് ഒട്ടി നിന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്ന അക്സെപ്റ്റൻസ് എന്താണെന്ന് ബോധമുള്ളവരാണ് അവരെ ഒട്ടാൻ പോകുന്നത്. പേയ്മെൻറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇത് എപ്പോഴും നിലനിൽക്കത്തില്ല. മാക്സിമം പോയാൽ 1 വർഷം.
അതിനപ്പുറം ഈ ബിഗ് ബോസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതങ്ങ് പോയി കിട്ടും. ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കിട്ടുന്ന ആ ഒരു ഡ്യൂറേഷനിൽ കിട്ടാവുന്ന പൈസ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് രേണുവിൻ്റെ മാനേജർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ടത്. പകരം ഇത്തരത്തിലുള്ള ഇത്തിൽ കണ്ണികളെ പിടിച്ചിരുത്തി അവരുടെ ചാനൽ വളർത്താൻ വേണ്ടിയിരുന്ന് വായ്ത്താളം പറയുമ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവകുറ്റം എന്ന് പറയുന്നത് നിസ്സാര കുറ്റമല്ല. അത് ഏത് വഴിക്ക് നിനക്ക് ആ പണി തരുമെന്ന് പറയാനൊക്കത്തില്ല. ആൾറെഡി നല്ല പണി കിട്ടിയതാണ് നിനക്ക്. ഭർത്താവ് നഷ്ടപ്പെടുക മാത്രമല്ല ആ മനുഷ്യൻ്റെ ലേബലിൽ ഇതെല്ലാം കിട്ടിയത് കൊണ്ട് നിനക്ക് ഈ ഒരു രീതിയിലുള്ള കൊനഷ്ടം ഇനി കാണിക്കാൻ ഒക്കത്തില്ല. കാരണം ആളുകൾ നിന്നെ അത് വെച്ച് വിലയിരുത്തും. അമ്മാതിരി ഒരു പണി നിനക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ആ കണ്ണുകൾ കുഞ്ഞുങ്ങളുടെ മേൽക്ക് പതിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു നഷ്ടം കൂടെ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇമ്മാതിരി ചെയ്താൽ അമ്മാതിരി തന്നെ നിനക്ക് വരും. മനസ്സിലായില്ലേ? ഇരുന്നുണ്ണാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കാക്കാനോ നമ്മുടെ വാരിസുകൾ പോലും നിലനിൽക്കത്തില്ല ഇമ്മാതിരി തെണ്ടിത്തരം പറഞ്ഞാൽ. ആ മനുഷ്യൻ ചെയ്ത ആ ഒരു നന്മ പ്രവർത്തിയെ നീ ഒരു നിമിഷം ഒന്ന് ഓർത്താ നീ ഇങ്ങനെ അയാളെ പറയത്തില്ല. സജീന പറയട്ടെ, അവൾക്ക് തലയ്ക്ക് വെളിവില്ല. നീ എന്തിനത് പറയുന്നു? നിനക്ക് അത്ര പോലും ഈനവരൊക്കെ നഷ്ടപ്പെട്ടോ പെണ്ണെ? മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പം നമ്മളെയൊക്കെ നീ 10 പറഞ്ഞാൽ കുഴപ്പമില്ല. ഞങ്ങളൊക്കെ നിന്നെ വിമർശിക്കുന്നവരാണ്. ഞാനോ അതിലും ഒക്കെ നല്ലപോലെ നിന്നെ വിമർശിക്കുന്നവരാണ്. നീ ഞങ്ങളെ 2 പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്, കേൾക്കാം. പക്ഷെ ആ മനുഷ്യൻ നിന്നെ 2 പറഞ്ഞാൽ പോലും നീ അത് പാടില്ല. വേറെ ആർക്ക് തോന്നി 5 സെൻറ്റ് സ്ഥലം തരാൻ? എന്നോട് വെച്ചാൽ ഞാൻ തരില്ല. നിനക്കൊന്നും തന്നെ തരാൻ പാടില്ല. അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ, ബിഷപ്പ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യുക. ആ വസ്തുവിനുള്ള എമൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പൈസ ഡിമാൻഡ് ചെയ്യുക. നിങ്ങളെ ഇത്രത്തോളം അവഹേളിക്കുന്ന ആ സ്ത്രീക്ക് അത് കൊടുത്തത് ബുദ്ധിമുട്ടായി പോയി എന്ന് മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾ അവമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടർ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുത്തിട്ട് നിങ്ങൾ ആ എമൗണ്ട് വാങ്ങിച്ചെടുക്കുക. പിന്നെ അവൾ എന്തോ ചെയ്തോട്ടെ. ആ എമൗണ്ട് വാങ്ങിച്ച് വേറെ ഏതെങ്കിലും പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക. പറ്റുമെങ്കിൽ അവളുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നന്ദിയുള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് ആ വീട് വെച്ച് കൊടുക്കണം. അവളത് കാണണം ഡെയിലി. അവൾ ഉണർന്ന് എഴുന്നേറ്റ് കാണുന്നത് ആ നന്ദിയുള്ള കുടുംബത്തിനെ ആയിരിക്കണം. അങ്ങനെ ഒന്നാണ് ബിഷപ്പ് ഇനി ചെയ്യേണ്ടത്. ഇത്രത്തോളം വൃത്തികെട്ട ഒരു സ്ത്രീക്ക് നിങ്ങൾ എന്തിനത് ചെയ്യാൻ പോയി? അയാൾ കാണിച്ചത് എന്തോ ആകട്ടെ, അയാൾ ചിലപ്പോൾ കൊഞ്ചിയിട്ടുണ്ടാവും. ഞാനും അയാളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളാരും പറയുന്നത് പോലെ അല്ല രേണു എന്ന വ്യക്തി അയാളെ പറയുമ്പോൾ. നന്ദി അടുത്തുകൂടെ പോയിട്ടില്ലാത്ത ഈ ജന്തു എന്താണ് ഇരുന്ന് അലക്കിനെന്ന് ആലോചിച്ച് നോക്കിയാണ്. അതേപോലെ അവളെ ചേർത്ത് പിടിക്കുന്ന കുറേ അധികം എണ്ണങ്ങളുണ്ട്. ഇന്ന് അവൾ ഇവരെ പറയുമ്പോൾ നിനക്കൊക്കെ കിണി വരുന്നെങ്കിൽ നാളെ നിന്നെയൊക്കെ ഇരുന്നുകൊണ്ട് പറയും. ആരെ വിടൂല ഇവള്? വിഷപ്പാമ്പാത്രം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര ഭയാനകമാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഒരു നന്ദി എന്ന പോട്ടെ, ഒരു മര്യാദ പോലുമില്ല. എന്തായാലും ബിഗ് ബോസ് സൂപ്പർ സിഗ്നേച്ചർ ഇട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം ബിഗ് ബോസിനെ പറ്റി അവദൂരം പറയുമെന്നുള്ളത് തർക്കമേ വേണ്ട. അത്രത്തോളം വൃത്തികെട്ട മനസാക്ഷി ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അവർ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയത്തില്ല. മറ്റേ ആ വീട്ടിൻ്റെ കേസ് ആരെങ്കിലുമൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തു അവർ പറയിച്ചു എന്നൊക്കെ പറയാം. ഇത് ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പറയുന്നില്ല, ഇത് അവളുടെ വായിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു പ്രിപ്പയർഡ് ആയിട്ടും ഇരുന്നതുമല്ല, അതൊരു സ്ക്രിപ്റ്റഡ് സാധനവും അല്ല. 100% ഷുവറാണ് അവളുടെ നാക്കിൽ നിന്ന് അവൾ തന്നെ പറഞ്ഞൊരു സംഗതിയാണ്. എത്രത്തോളം വൾഗാരിറ്റി ആ പെണ്ണിൻ്റെ ഉള്ളിലുണ്ടെങ്കിലായിരിക്കും ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ തന്നെ സഹായിച്ച ഒരു വ്യക്തിയെ അടയാളപ്പെടുത്താൻ പറ്റുക. അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ തൊട്ടടുത്താണ് താമസം. അവിടം വരെ ചെന്നിട്ട് ബിഷപ്പ് എന്തിന് എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നതിൽ ന്യായമുണ്ട്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ബിഷപ്പ് എന്നെ ഇങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ, നിങ്ങളെ വസ്ത്രത്തിന് നിങ്ങളൊന്ന് മാനിക്കണ്ടേ എന്ന് പറയുന്നതിലും ഒരു മാന്യതയുണ്ട്. ആ പെണ്ണിരുന്നുകൊണ്ട് ബിഷപ്പ് എന്ന് പറയുമ്പോൾ അത് വിഷപ്പാമ്പാണെന്ന് പറയുമ്പം നീ ആ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെയല്ലേ അവഹേളിച്ചത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ വൃത്തികേടാണ് ഈ രേണു പറഞ്ഞിട്ടുള്ളത്. ഇവക്ക് എന്താണെന്നറിയാമോ? പടുനാശമാണ് നിനക്ക് വരാനുള്ളത്. അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരണമെന്നാണ് ആഗ്രഹം. അത്രത്തോളം നികൃഷ്ട ജന്മമായതുകൊണ്ടാണ് നീ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ പാവപ്പെട്ടവനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അയാളും നീയും തമ്മിലുള്ള ബന്ധം പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ നീ മോശപ്പെട്ട രീതിയിൽ ആ മനുഷ്യനെ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നീ എന്തിന് പറയണമെന്നറിയാമോ? ഫെയിം വേണം നിനക്ക്. മറ്റൊരാളുടെ ജീവിതം തകരുമെന്നോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഒരു ചെറിയ തോന്നൽ പോലും ഇല്ലാതെ അപരാധം പറയുന്നതിന് ഒരു കണക്കുണ്ട് സുനി. ഇതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇഷ്ടം പോലെ കേൾക്കുന്നത്. മറ്റുള്ളവർ നിന്നെ എടുത്തു വെച്ച് അലക്കി ഉടുത്ത് തേച്ച് അങ്ങോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ അയാളുടെ 2ാമത്തെ ഭാര്യ പ്രസൻറ്റ് വന്നിട്ട് കാര്യം അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ സ്ത്രീക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും അവർക്കത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇവള് നിരന്തരം അവരെ മോശപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ്. മരിച്ചു പോയിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയും വന്നിട്ടുണ്ടാകുമായിരുന്നു. അതായത് ആ ചെറുക്കൻ്റെ അമ്മയും വരുമായിരുന്നു. അവരെ എന്തെല്ലാമാണ് പറയുന്നത്? അവർ കളഞ്ഞിട്ട് പോയതാണ്, അപ്പം ഞാനാണ് നോക്കിയത്. നമുക്ക് നന്നാവാൻ നമ്മളിലുള്ള നന്മ കാണിക്കുക.
മറ്റൊരാളെ ഇകഴ്ത്തിക്കൊണ്ടല്ല നമ്മൾ നന്നാകുന്നത്. അതൊരിക്കലും നന്നായി വരത്തില്ല. ആ നന്നാകൽ ഒരിക്കലും എവിടെ എത്തത്തില്ല. മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര അഹങ്കാരമാണ്, ഭയങ്കര അഹങ്കാരം. ഒന്നും പറയാനില്ല, അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് സജീന വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരിക്കലുമില്ല, അത് അങ്ങനെയൊന്നും സ്റ്റേറ്റ് ചെയ്യേണ്ട, അതൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ആ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആൾ തന്നെയാണ്. ഈ റെസ്പെക്റ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. തങ്ങളെ ചേർന്നൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളെ ഇകഴ്ത്തി പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല എന്നതിനപ്പുറം ഇതും കമ്മ്യൂണിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ അവൾ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുന്നത് റോൾ മോഡലോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ യാതൊന്നും സംസാരിക്കാത്തടത്ത് ഒരിക്കലും ഇസ്ലാം എന്നൊരു മതം അതിനകത്ത് യാതൊരു രീതി ബാധ്യതയും ഇല്ല. അത് ആ പെണ്ണിൻ്റെ മാത്രം വാക്കുകളാണ്. അത് അവളുടെ കുടുംബക്കാർക്ക് ചിലപ്പോൾ ബാധ്യതപ്പെടുന്നതിനപ്പുറം കമ്മ്യൂണിറ്റിക്ക് അത് ബാധ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൽ പറഞ്ഞു വെച്ചത് ഞാൻ ഇനി ഈ വിഷയമായിട്ട് മുൻപോട്ട് പോകത്തില്ല എന്നാണ്. അത് നല്ലൊരു ഒപ്പീനിയനാണ്, നല്ലൊരു തീരുമാനമാണ്. കാരണം അതിൽ എത്ര ദിവസം ഇവൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു അത്രയും ദിവസം അവൾ ഹൈപ്പിൽ പോകും. അങ്ങനെയാണ് അവൾ ജയിച്ചു നിൽക്കുന്നത്. അത് നമ്മളായിട്ട് അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ അത് നല്ലൊരു തീരുമാനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത്തരക്കാരെ നമുക്ക് ചൂഴ്ന്നു നോക്കാനൊക്കത്തില്ല, പക്ഷേ 1-2 എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാകാനാണ് സാധ്യത. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ക്ലൗസ് വെക്കണമായിരുന്നു. 3 വർഷം വരെ നോക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും. എനിവേ ഹാപ്പൻ ഈസ് ഹാപ്പൻ, കൈവിട്ടു പോയ കേസാണ്. ഇനി അത് തിരിച്ചു കിട്ടുമോ അല്ലെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു വക്കീലിനെ കണ്ടിട്ട് നിയമോപദേശം തേടുകയും ഫ്രീ ആയിട്ട് ഈ വസ്തു അവിടെ കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ കാശൊക്കെ ഉണ്ടല്ലോ, ആ കാശ് വാങ്ങിയെടുക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു.